അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അപ്പൊ ഈ ലൈവിലിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയോട് പബ്ലിക് ശരീരഭാഗങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ഇങ്ങനൊക്കെ പറയുമ്പോ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? ചിരി വരും. ചിരിയാണ് വരുന്നത്. എനിക്കെന്തോ പോലെ. എന്നാലും പിന്നെ ഒരു പബ്ലിക്കായിട്ട് ഒരു പെണ്ണ് ലൈവിൽ ഇപ്പൊ ഏതെങ്കിലും പെണ്ണിനോട് വന്ന് അത് കാണിക്കുന്ന ഏതെങ്കിലും പെൺപിള്ളേർ വന്ന് തുണി നോക്കി കാണിക്കും. എന്താ ശരിയല്ല മാവ? പിന്നെന്താ പ്രശ്നം? പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മൂത്രം തരുവോ? 5 മിനിറ്റ് മുമ്പ് ഒഴിച്ചു കളഞ്ഞോണ്ട് ഇത് കുറച്ചേ ഉള്ളൂ. നിങ്ങളെന്താ ടാറ്റയുടെയും പിള്ളേരുടെ മക്കളാ ചുമ്മാ ഒഴിച്ചോളാനായിട്ട്? പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ പറയും മൂത്രം കുപ്പിലാക്കി കൊടുക്കാന്ന് പറയും. ഞാനത് സെയിൽ ചെയ്യാൻ പോണു. എന്റെ ശരീരത്തിൽ ഒന്നും കളയാനില്ല. ഇന്നലെ ലൈവ് ഇട്ട് കഴിഞ്ഞ് വന്നാണ് ചേച്ചിയുടെ നെയില് കണ്ടപ്പോ തന്നെ എനിക്ക് മൂടായിരുന്നു. നീ എങ്ങനെ പറഞ്ഞോടാ? ഞാനിപ്പോ ഇതെനിക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പീഡനത്തിനെതിരെ വന്ന ആണുങ്ങളെ ഉപദ്രവിക്കുക. നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. പേഴ്സണലി വന്നിട്ട് എന്റെ മെസ്സഞ്ചറി വന്നിട്ട് എന്നോട് ചോദിക്കുക, ഞങ്ങളുടെ എന്താ പറയാ ചുക്കാമണി ചവിട്ടി പൊട്ടിക്കോ. എന്റെ മണിമാളിയെ പുറത്തമ്മേ കിഴക്കാവിലമ്മേ, എന്റെ കുലദൈവങ്ങളെ കാത്തോളണേ. ഡെയിലി വന്ന് ചോദിക്കും, ഒരു കളി തരുമോ ചോദിക്കും. കൈയൊക്കെ വിരിവിരാന്ന് വരണം, ഒരു കളി കളിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ കളി തരാം. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ. അപ്പൊ 4000 പേര് കാണുമ്പോ ഒരു കളി തരുമോ ചോദിക്കും. കളി ഞാൻ തരാം. അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അവ ആക്കിയതാണോ? ഈശ്വര, വെറുതെ കൊതിപ്പിക്കല്ലേ. അഡ്രസ് പറ, നിന്റെ വീട്ടിൽ ഞാൻ വരും. കളിക്കാൻ വേണ്ടി നിന്റെ വീട്ടിൽ ഞാൻ വരും. ആണല്ലോ, നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. പക്ഷെ ഒരു ഒറ്റ എണ്ണത്തിന് ചൊവ്വേന്നിട്ട് ഒരാൾ അഡ്രസ് ഇട്ടതാ ഞാൻ ഇവന്റെ വീട്ടിൽ പോയി. ഉറപ്പാണ്. ഒരുത്തന്റെ അഡ്രസ് എനിക്ക് ചൊവ്വേന്നേരം ഒരു അഡ്രസ് ഇട്ടേ ഇവന്റെ വീട്ടിൽ കളിക്കാനായിട്ട് അവന്റെ വീട്ടിൽ ഞാൻ പോകും. അവനെ രക്ഷിക്കാൻ പോയിട്ട് അവസാനം കുട്ടിയുടെ തിയറിയും തെറ്റി കൈക്കുഞ്ഞുമായിട്ട് കയറി വരരുത്. 100% ഉറപ്പാണ് ഞാൻ വന്നിരിക്കും. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. ഞാൻ ലൈവിൽ ഇരിക്കുമ്പോ എന്റെ ലൈവിൽ വന്നാല് ആ അഡ്രസ് എനിക്ക് നിന്റെ വീട്ടിൽ വരും. ഞാൻ കളിക്കാൻ വരില്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. അവൻ കിടക്കുന്ന ബെഡ്റൂമിൽ ഞാൻ ചെല്ലും.